അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്, 7ഉം 8ഉം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. കാരണം രാത്രി പരിശുദ്ധാൻ തന്ന ഇതിനകത്ത് എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിൽ തന്ന വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ 7, 8 വാക്യം ഞാൻ വായിക്കാം. അല്ലേ, പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി ക്നിയത്തോസ് എന്ന തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റ് സമ്മതിക്കായ്കയാൽ ഖേത്രദ്വീപിന്റെ മറപറ്റി ഷൽമോനയ്ക്ക് നേരെ ഓടി. കരപറ്റി പ്രയാസത്തോടെ ലസയ്യ പട്ടണ സമീപത്ത് ശുഭ തുറമുഖം എന്ന പേരുള്ള സ്ഥലത്തെത്തി. ഇവിടെ ഇവർ കാറ്റ് സമ്മതിക്കായ്കയാൽ ഖേത്രദ്വീപിന്റെ മറപറ്റി ഷൽമോനയ്ക്ക് നേരെ ഓടി. അതിനു മുമ്പ് നമ്മൾ കാണുന്നത് കാറ്റ് പ്രതികൂലമാകാൻ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി. ഹാലേലൂയ. അപ്പൊ കാറ്റ് പ്രതികൂലമായി നിൽക്കുന്ന ഒരവസ്ഥ. ഹാലേലൂയ. അപ്പൊ കാറ്റ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതികൂലമായി നിൽക്കാറുണ്ട്. കാറ്റിനെ നമ്മൾ പരിശുദ്ധാത്മയോട് ഉപമിക്കാറുണ്ട്. ദുരാത്മ ശക്തികൾ നമുക്ക് നേരെ ആഞ്ഞടിക്കുന്നത് കാറ്റ് തന്നെയാണ്. ഹാലേലൂയ. നമുക്ക് യേശു കർത്താവ് ശിഷ്യന്മാരും ഏകതര ദേശത്തേക്ക് പോയപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വല്ലാതെ കാറ്റ് അടുപ്പിച്ച് തിരമാല ഉയർന്നു പൊങ്ങി പട്ടകിന് മൂമാറാക്കി. അവിടെ കർത്താവ് യേശു ക്രിസ്തു എഴുന്നേറ്റ് നിന്ന് തിരമാലയെ ശാസിക്കുന്നില്ല, അതിന്റെ പിന്നിൽ വ്യാപരിച്ച് കാറ്റിനെ ശാസിക്കുന്നത് നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. അപ്പൊ കാറ്റടങ്ങിയപ്പോൾ കാറ്റ് ശാന്തമായപ്പോൾ തിരമാല അടങ്ങി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത മേഖലയിൽ വീശിയടിക്കുന്ന ചില കാറ്റുകൾ ഉണ്ടാവും. ആ കാറ്റ് ചിലപ്പോൾ നമുക്കറിയാം, ഒരു കാറ്റൊക്കെ വന്ന സകലതയും തകർത്തെറിഞ്ഞുകൊണ്ട് കൊടുങ്കാറ്റ് വീശുമ്പോഴൊക്കെ കാണാറുണ്ടല്ലേ. ഒരല്പസമയം കൊണ്ട് തന്നെ എന്താ സംഭവിച്ചത് മനസ്സിലാകും. ഈ അടുത്ത സമയത്ത് നമ്മുടെയൊക്കെ ഇവിടങ്ങളിൽ ഒരു കാറ്റ് വീശിയപ്പോൾ ഒരു കുറച്ച് സമയം ഒരു കാറ്റ് വീശി കുറച്ച് നമുക്ക് എല്ലാം മുറ്റത്തും എല്ലാം പറമ്പിലെല്ലാം കുറെ മരത്തിന്റെ കൊച്ചു കുഞ്ഞു ശാഖകളും അതും ഇത് അവിടെ ഇവിടെയൊക്കെ പലതും വീണ് അപ്പൊ ഒരു അല്പസമയം ഇതൊന്ന് പ്രതികൂലമായിട്ട് വീശിക്കഴിഞ്ഞാൽ ചിലതൊക്കെ നശിപ്പിച്ചുകൊണ്ട് പോകും. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പക്ഷെ അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല പക്ഷെ ചില കാറ്റുകൾ അടിക്കുന്നുണ്ട്. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോൾ ചിലതൊക്കെ നമ്മളിത് കൈവിട്ട് പോകുമ്പോൾ ചില അവസ്ഥകളിലൂടെയൊക്കെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വീഴുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത് തനിയെ ചെയ്യുന്നതല്ല, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു കാറ്റുണ്ട്. ഈ കാറ്റ് ഇവിടെ വ്യാപരിച്ച കാറ്റിനെ പറയും ദുരാത്മശക്തിയുടെ കാറ്റാണ്. കാറ്റ് പ്രതികൂലമായ കാറ്റ്, ദൈവത്തിന്റെ ദാസന്റെ യാത്രയ്ക്ക് പ്രതികൂലമായി അഭിഷിക്തന് പ്രതികൂലമായി വീശിയ ഒരു കാറ്റ്. യോബിന്റെ ജീവിതത്തിൽ കാറ്റ് വീശി സകലതും കൊണ്ടുപോയത് നമ്മൾ കാണാം. ഒരു കാറ്റടിച്ച് മേൽക്കൂര താഴെ വീട് കുഞ്ഞുങ്ങൾ മരിച്ചു. ഇതൊക്കെ നമ്മൾ കാണുന്നു. ഒരു കാറ്റ് വന്നപ്പോൾ സകലത് എടുത്തുകൊണ്ട് പോയതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇവിടുത്തെ കാറ്റ്, പക്ഷെ ഇവിടെ കാറ്റ് സമ്മതിക്കാൻ ഖേത്രദ്വീപിന്റെ മറപറ്റി ഷൽമോനിക്ക്. അപ്പൊ കാറ്റ് സമ്മതിക്കുന്നില്ല. എന്ത് സമ്മതിക്കും? പക്ഷെ യാത്ര സമ്മതിക്കുന്നില്ല. അതിനെ പ്രതികൂലമായി വ്യാപരിച്ചെന്ന കാറ്റ് അങ്ങനെ മറപറ്റി. എന്നിട്ട് പക്ഷെ അവര് അതുകൊണ്ട് ഖേത്രദ്വീപിന്റെ മറപറ്റി ഓടി അവർ ഷൽമോനയ്ക്ക് എത്തി എന്ന കാണുന്നത്. പക്ഷെ ഒരു കാറ്റ് വരുമ്പോൾ നമ്മൾ നമുക്ക് പ്രതികൂലമായ കാറ്റ് വരുമ്പോൾ ചിലതൊക്കെ നമുക്ക് തനിയെ തടുത്തു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ മറ പറ്റണം. ആരുടെ മറപറ്റ വെച്ചാൽ കർത്താവിന്റെ മറപറ്റി. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് നമ്മൾ അവന്റെ നിഴലിൻ കീഴിൽ വസിക്കണം. ഹല്ലേലൂയ. അവന്റെ സംഖ്യ. അപ്പൊ അവിടെ പറയുന്ന കർത്താവിന്റെ നിഴലിന്റെ കീഴിൽ സർവശക്തന്റെ മറവിങ്കൽ നമ്മൾ വസിക്കുക. അപ്പം കർത്താവിന്റെ മറവിങ്കൽ മാറി നമ്മുടെ ദൈവത്തിന്റെ മറ പറ്റി. നമുക്ക് ചില സമയങ്ങളിൽ പ്രതികൂല കാറ്റ് വീശുന്ന സമയം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ സമയത്ത് നമ്മൾ മുൻപിൽ പോയി അതിന്റെ എതിർത്ത് നിൽക്കുകയല്ല വേണ്ടുന്നത്. അപ്പോൾ ചിറകിന് അടിയിലേക്ക് കർത്താവ് പറയുന്ന കോഴി തന്റെ കുഞ്ഞുങ്ങളെ കാക്കുന്ന പോലെ നിങ്ങളുടെ ചിറകിനടിയിൽ കാക്കാൻ എനിക്ക് മനസ്സാകുന്നത്. പക്ഷേ ഇസ്രായേൽ ജനം അത് തിരിച്ചറിഞ്ഞില്ല, അവർ വന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കും. പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ അവിടെ കർത്താവിന്റെ ദൈവത്തിന്റെ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ മറ പറ്റി മറവിങ്കിൽ പോയി വസിക്കണം. ആ സമയങ്ങളിൽ ചില പ്രതികൂല സമയങ്ങളിൽ നമ്മൾ ശത്രുവിന്റെ എതിർത്ത് നിൽക്കുകയല്ല, സർവശക്തന്റെ നിഴലിൻ കീഴിൽ വസിക്കുക. അപ്പൊ അമ്മന്റെ മറവിങ്കൽ നമ്മൾ വസിക്കുക ചെയ്യണം. ആ സമയത്ത് അങ്ങനെ നമ്മൾ വസിക്കുകയാണെങ്കിൽ ഈ കാറ്റ് പ്രതികൂലമായൊക്കെ വീശും. പക്ഷെ നമ്മൾ ശുഭ തുറമുഖത്ത് അല്ലെങ്കിൽ എത്തേണ്ട സ്ഥലത്ത് എത്തും.
അപ്പൊ അവിടെ ആദ്യം വീശി കാറ്റ്, ഈ കാറ്റ് വന്ന് കാറ്റ് പ്രതികൂലമായി നിൽക്കുന്ന കാറ്റ് നമ്മുടെ ജീവിതത്തെ പിടിച്ച് ഉലയ്ക്കത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ വരുന്ന രീതിയിലുള്ള കാറ്റുകളുണ്ട്. അതാണ് പ്രതികൂല കാറ്റ്, പ്രതികൂലമായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനൊക്കെയും അനുകൂലമല്ലാതിരിക്കുന്ന അതിനാണ് പ്രതികൂലം എന്ന് പറയുന്നത്. പ്രതികൂലമായ ചില കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് അതിനോട് എതിർത്ത് നിന്ന് ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത സ്ഥിതിയിൽ നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ മറ പറ്റി നിൽക്കണം. മറ പറ്റി നിൽക്കാന്ന് വെച്ചാൽ നമുക്ക് മറ്റൊന്നിന്റെ ഇവരിവിടെ ദ്വീപിന്റെ മറ പറ്റിപ്പോയത്. പക്ഷെ നമ്മൾ ദ്വീപിന്റെ മറ പറ്റിയോ മറ്റുള്ളവരുടെ മറ പറ്റിയല്ല നമ്മൾ പോകണം. നമ്മൾ ദൈവത്തിന്റെ മറവിങ്കൽ തന്നെ നമ്മൾ വസിക്കണം ആ സമയത്ത്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം ഇതില് എന്റെ ശബ്ദം കേൾക്കുന്ന പലരുടെ ജീവിതത്തിൽ ഞാൻ ഉൾപ്പെടെ പലരുടെ ജീവിതത്തിൽ ചിലതൊക്കെ പ്രതികൂലമായി വീശിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കടന്നു പോകുന്നത്. എന്ത് ചെയ്യുമ്പോഴും കാറ്റിപ്പോഴും പ്രതികൂലമാണ്. നമ്മൾ എന്ത് കാര്യങ്ങളിലേക്ക് സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും അത് പ്രതികൂലത്തിലേക്ക് പക്ഷെ ഞാൻ പറയുന്ന ഈ പ്രഭാത ദൈവം നമുക്ക് ഈ വചനം തന്നിട്ടുണ്ടെങ്കിൽ കാറ്റ് പ്രതികൂലമായി നിൽക്കുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാനായിട്ട് മുൻപിലേക്ക് ഇറങ്ങുമ്പോഴും അതിന്റെയൊക്കെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നമുക്ക് ലഭിക്കുന്നെങ്കിൽ നമ്മൾ എതിർത്ത് നിൽക്കുന്ന ഒരു ശക്തി നമ്മുടെ മുൻപോട്ട് വിടില്ല എന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുന്ന ചില ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന മനസ്സിലാക്കുന്നത് നിങ്ങൾ പ്രഭാതി വചനത്തെ ഏറ്റെടുക്കുക. ആ പ്രതികൂലമാക്കി നിൽക്കുന്ന കാറ്റിങ്കിൽ നിന്ന് നമ്മൾ സർവശക്തന്റെ നിഴലിൽ കീഴാമി നമ്മുടെ അത്യുന്നതന്റെ മറവിങ്കിൽ മറഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ ഈ കാറ്റിനെ ജയിക്കാൻ പോവുകയാണ്. എതിർത്ത് നിന്നിട്ടല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ചില സമയങ്ങളിൽ നമ്മൾ എതിർക്കണമെന്ന് ദൈവം പറയും. ചില സമയങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ ചിറകിനടിയിൽ ഇരിക്കാൻ ദൈവം പറയും. എന്താണോ സർവശക്തൻ പറയുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യണം. പരിശുദ്ധൻ നമ്മളോട് പ്രബോധിപ്പിക്കുക, നമ്മളോട് പറയും അത് നിങ്ങൾ എന്ത് ചെയ്യണം. പക്ഷെ ഇവിടെ ഇപ്പൊ പറയുന്നത് നമ്മൾക്ക് തനി എതിർത്ത് നിന്ന് ചിലപ്പോ ആ കാറ്റ് വീശുക എന്ന് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കാറ്റ് വീശുക എന്ന് പിശാചിനെ ദൈവം അനുവദിച്ചു കൊടുത്തത് തന്നെയാണ് അതുപോലെ പിന്നീട് നമ്മൾ ഇങ്ങോട്ട് പൗലോസിന്റെ ജീവിതത്തിൽ ചില കാറ്റുകളിലൂടെ കാണുന്നു. അതൊക്കെ ദൈവം അനുവദിക്കാൻ നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ദൈവം അനുവദിക്കുന്ന ദൈവത്തിന്റെ പർപ്പസ്. അപ്പൊ ദൈവം അനുവദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന് ദൈവം എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ദൈവാത്മാവ് പറയുന്നത് നമ്മൾ ആ ദൈവത്തിന്റെ അവർ ചിലതിന്റെ മറ പറ്റി ഓടിയപ്പോ പ്രതികൂലമായി നിന്നതിന് അവർക്ക് ജയിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ചിലതിന്റെ മറ പറ്റുമ്പോൾ ദൈവത്തിന്റെ മറവിങ്കിൽ വസിക്കുമ്പോൾ ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ പറയാറ് പ്രതികൂല കാറ്റ് നമ്മുടെ നേരെ അടിക്കുമെന്ന് വെച്ചാൽ അടിക്കും. പക്ഷേങ്കിൽ നമ്മൾക്ക് അവിടെ വേണ്ടുന്ന എല്ലാം തന്ന് നമ്മളെ സേഫ് ആയിട്ട് ഇരുത്താൻ കഴിയുന്ന ഒരു ദൈവമാണ്. നമ്മളെ തകർത്ത് കളയാതെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കാറ്റിന്റെ ഒരു ശകലം പോലും അടിക്കാൻ പോലും ഇടയാക്കാതെ ചിറകിനടിയിൽ നമ്മളെ മറച്ചു പിടിക്കുന്ന കുഞ്ഞിനെ ചിറകിനെ മറച്ചു പിടിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ ദൈവത്തിന്റെ കരത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം സർവശക്തന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കൂടെ നമ്മൾ പോകുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി നമ്മളോട് സംസാരിക്കണം. കാരണം എനിക്കൊരു കാര്യം ഉറപ്പ്, ഇന്നലെ രാത്രി ഞാൻ നോക്കുമ്പോൾ ഈ വചനമായി വാക്യം മാത്രം എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. കാറ്റ് പ്രതികൂലമായി അപ്പൊ കാറ്റ് പ്രതികൂലമായിരിക്കുന്ന പലരും എന്റെ ശബ്ദം കേൾക്കുന്നത്. ഇപ്പൊ കേൾക്കുന്നവരും പിന്നെ യൂട്യൂബിലൂടെ കേൾക്കുന്നവരും ഒക്കെ ഇവിടെ കാറ്റ് പ്രതികൂലമായിട്ട് നിൽക്കുന്ന പലരും നമ്മുടെ ശബ്ദം കേൾക്കുക. അപ്പൊ ആ പ്രതികൂലമായി നിൽക്കുന്ന കാറ്റിന് ജയിക്കാൻ നമ്മൾ കാറ്റിന് എതിർത്ത് നിൽക്കാനല്ല ഇവിടെ ദൈവം പറയുന്നത്. എന്റെ മറവിങ്കിലേക്ക് വരിക, എന്റെ നിഴലിൻ കീഴിലേക്ക് നിങ്ങൾ വരിക, എന്റെ മറ വെച്ച് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കാറ്റ് അടിക്കും, പക്ഷെ അത് നിങ്ങളെ തൊടത്തില്ല. ഈ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും, പക്ഷെ നിങ്ങൾ സേഫ് ആയിരിക്കും. നിങ്ങൾ സേഫ് ആയിത്തരം നിങ്ങളുടെ മേലൊരു പൊറല് പോലും ഏൽപ്പിക്കാൻ അതിന് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ആ സർവശക്തന്റെ കരത്തിലേക്ക് ആ കാറ്റിനെ അടിക്കുമ്പോൾ അവിടെ അടിച്ചോട്ടെ നമ്മൾ ദൈവത്തിന്റെ മറവിലേക്ക്. പിന്നീട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അപ്പോസ്തലർ 27-ാം അധ്യായമാണ് ചിന്തിക്കുന്നത്. അവിടെ നമ്മൾ മുമ്പോട്ട് വളരെ നാൾ ചെന്ന ശേഷം സാറ മിസ്റ്റർ 9 തുടങ്ങിയിട്ട് വാക്യങ്ങൾ വായിക്കാവോ? ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പ് കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ് പുരുഷന്മാരെ ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറെ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ കപ്പിത്താന്റെയും കപ്പലുടമസ്ഥന്റെയും വാക്കിനെ അധികം വിശ്വസിച്ചു.
ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായികയാൽ അവിടുന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫൊയ്നീക്കെ എന്ന ക്രേത്ത തുറമുഖത്ത് കഴിയുമ്പോൾ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്കപേരും ആലോചന പറഞ്ഞു. തെക്കിൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരം എടുത്ത് ക്രേത്ത ദ്വീപിന്റെ മറപറ്റി ഓടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കപ്പലിന് കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാത്തതിനാൽ അതിന്റെ നിയന്ത്രണം കൈവിട്ടുപോയി. പ്ലബുദ എന്ന ചെറിയ ദ്വീപിന്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണത്തിട്ടമേൽ അകപ്പെടുമെന്ന് പേടിച്ച് പായ് ഇറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുകൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. മൂന്നാം നാൾ അവർ സ്വന്തം കൈയാൽ പണിയായുധങ്ങളും കടലിലിട്ട് കളഞ്ഞു. വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ മറ്റുപോയി. മതി പിന്നെ വാക്ക് വയ്ക്കുക. ഹല്ലേലൂയ. ഇവിടെ വീണ്ടും അവര് ഹാലേലി അവിടെ വെച്ച് അവർക്ക് ആ മറ പറ്റി ഓടി ഹാലേലിയ പ്രതികൂലമായി നിന്ന കാറ്റിനെ അവർ ജയിക്കും നമ്മൾ കാണുന്നു. വീണ്ടും അവര് ഹാലേലിയ വളരെ നാൾ ചെന്ന ശേഷം ഹാലേലിയ അമ്മേ ഹാലേ വീണ്ടും അവരുടെ നേരെ വരുന്ന ചില കാറ്റുകളെ കുറിച്ച് അവരവിടുന്ന് പോകാൻ തന്നെ പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് സ്വയമായി പറയുന്നില്ല, ദൈവത്തിന്റെ ആത്മ വെളിപ്പെടുത്തുന്ന പൗലോസ് പറയുന്നുണ്ട്. അല്ലെ നമുക്ക് ഹാലേലി ഈ യാത്ര വിഷമമായിരിക്കും ഹാലേലി. അപ്പൊ എന്ന് വെച്ചാൽ ഇതിപ്പോ പുറപ്പെടാതിരുന്ന നല്ലത്. പക്ഷേ അവരത് കേട്ടില്ല. അവർ പുറപ്പെട്ടു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോടൊരു അരുളപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് ചില സൂചനകളൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളത് കേട്ട് അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതികൂലത്തിലേക്ക് പോകേണ്ടി വരത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നവർ കേട്ടിട്ട് അവർ അനുസരിച്ചില്ല. കാരണം അവർ കപ്പലുടമ, അവർ മറ്റ് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ്, കടലിൽ പോയി എക്സ്പീരിയൻസ് ഉള്ളവരുടെ വാക്ക് അവരധികം കേട്ട് നമുക്ക് വന്ന് ഇന്നും അങ്ങനെയൊക്കെ ചില അബദ്ധങ്ങൾ പറ്റാറ്. ദൈവമക്കളുടെ വാക്ക് കേൾക്കുന്നതിനെക്കാട്ടി അധികമായിട്ട് ലോകത്തുള്ള പലരുടെയും വാക്ക് കേൾക്കും, പലരും പോകാറുണ്ട്. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ പിന്നീട് ഹാലേലിയാമ അവർക്കിപ്പോ ഡോക്ടർമാർ പറയുന്നത് മറ്റുള്ളവർ പറയുന്നതൊക്കെ ഭയങ്കര നമ്മൾ പറയുന്നതിനെക്കാട്ട് വിശ്വാസമാണ് ഹാലേലി. അപ്പം അങ്ങനെ പോകുന്നതിന്റെ അവസ്ഥയല്ല പിന്നെ ഹാലി വരുന്നതൊക്കെ അവർ തന്നെ അനുഭവിക്കാന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പോകുമ്പോൾ പൗലോസ് പോകുമ്പോൾ കാണുന്ന ഹാലി അവിടെ ആദ്യം കാണുന്ന ഹാലി തെക്കൻ കാറ്റ് മന്ദമായി ഊതി ഹാലേലി. അപ്പം ചിലതൊക്കെ ചില കാറ്റുകൾ ശത്രു ചിലതൊക്കെ നമുക്ക് അനുകൂലമാണെന്ന് തോന്നിക്കും. അതിലാണ് മനുഷ്യൻ പെട്ടുപോകുന്ന ഹാലയിൽ. ഇപ്പം നമ്മളൊരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുകയാണെങ്കിൽ ചില സാമ്പത്തിക നന്മകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ തുറന്നു കൊണ്ടുവരും. അപ്പൊ നമ്മൾ ദൈവമേ ദൈവം തുറന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് അതിലേക്ക് നമ്മൾ ഓടിക്കയറാൻ നോക്കും ഹാലയിൽ. പക്ഷെ അത് ശത്രുവിന്റെ തന്ത്രമാണ് തിരിച്ചറിഞ്ഞ ഇവിടെ മന്ദമായി ഊതുന്ന കാറ്റ് അപ്പൊ അത് നല്ല നമ്മൾ യാത്രയൊക്കെ നമ്മൾ പറയത്തില്ല മഴ പെയ്യല്, വലിയ വെയിലും വേണ്ട, ഇങ്ങനെ അന്തരീക്ഷമൊക്കെ മങ്ങിക്കിടക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ. ചൂടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ചെറിയ തണുപ്പാലൊക്കെ ആ വെയിലും ഉണ്ടാകത്തില്ല, മഴയും ഇല്ല. അപ്പൊ കാറൊക്കെ ഓടിച്ചാൽ നല്ല സുഖമായിരിക്കും, നമ്മളും പറയാറുള്ളതൊക്കെ. അപ്പൊ ഇവിടെ അതുപോലെ മന്ദമായ കാറ്റ് ചില ഇളം തെന്നൽ എന്നൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. ചെറിയ കാറ്റൊക്കെ അടിക്കാം, വലിയ കാറ്റല്ല, ചെറിയ കാറ്റൊക്കെ അടിക്കാം. നമുക്ക് ശരീരത്തിച്ച് കാറ്റൊക്കെ കിട്ടി നല്ല ക്ലൈമറ്റ് എന്ന് നമ്മൾ പറയും ഹാലയിൽ. അങ്ങനെ അവരവിടെ നിന്ന് ഓടി അത് മന്ദമായ ഓതുകൊണ്ട് അവരുടെ താല്പര്യം സാധിച്ചു എന്ന് വിശ്വസിച്ച് അവർ പോവുകയാണ് അപ്പോഴാണ് അവർക്ക് അടുത്ത കാറ്റ് അവരുടെ ഈശാനമൂലൻ ഹാലയില് നശിപ്പിക്കുന്ന കാറ്റ് ഹാലയിലൂയ ആമേ ഹാലയില് ഈശാനമൂലൻ കാറ്റെന്ന് പറഞ്ഞ ഹാലയിലേക്കത്ത ഇവിടെ നമ്മൾ പറയാറുണ്ട്, ഹിന്ദുക്കളുടെ ആണ് പലരും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ശിവനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ശിവൻ അടുപ്പിക്കുന്ന കാറ്റ് വെച്ചാൽ ദുരാത്മ ശക്തികൾ അടുപ്പിക്കുന്ന ചില കാറ്റുകൾ അവരുടെ നേരെ വരികയാണ്. അതെന്ത് തകലത്തെ തകർത്ത് കളയണമെന്ന ചിന്തയിലാണ് കാറ്റ്. നമുക്ക് ഒരു കാര്യം നോക്കി മനസ്സിലാകും. പുള്ളിക്കാരൻ ഇരിപ്പ് തന്നെ കണ്ടിട്ടുണ്ടോ ഇവിടുത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറി ഏറ്റവും മുകളിൽ ഇരിക്കുക. കാരണം ഈ ദുരാത്മ ശക്തിയിൽ എപ്പോഴും ചിന്തിക്കുന്നത് ഏറ്റവും മുകളിൽ കയറി ഇരിക്കണമെന്ന്. മലമുകളില് പർവ്വതത്തിന്റെ മുകളില് വല്ല മറ്റതിന്റെയൊക്കെ മുകളിൽ കയറിയിരിക്കണം. കാരണം വെച്ചാൽ ദൈവത്തെക്കാട്ടി വലുതാണ് ഇവർ ചിന്തിക്കുന്നത്. അവരെന്റെ മുകളിൽ കയറി ഇരിക്കുമ്പോഴത്തേക്ക് അതിനെക്കാട്ടി വലുപ്പം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് അതിന്റെ രൂപമൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്നു കഴുത്തിൽ പാമ്പിനെയൊക്കെ ചുറ്റിയിട്ട് പിശാചിന്റെ പ്രതീകമായിട്ട് ലോകത്തിൽ നമ്മൾ കാണുന്ന പാമ്പിനെയാണ്, സാത്താന്റെ പ്രതീകം. അതിനെടുത്ത് കഴുത്തെ ചുറ്റിയേക്കുക അപ്പോൾ എവിടെ അത് പോട്ടെ, നമ്മൾ അതിലേക്ക് വരാം. അപ്പൊ ഈശാന മൂലം തന്നെ തകർത്ത് കളയെ നശിപ്പിക്കുന്ന കാറ്റ്.
ആമേ ഹാലേലൂയ. ആ ദുരാത്മ ശക്തിയോടുകൂടി ദുരാത്മ ശക്തി അടുപ്പിക്കുന്ന ഈശാനം മൂലം കാറ്റ്. അപ്പൊ അത് വന്നപ്പോ എന്താ പറയാ, കാറ്റ് നേരെ നിൽപ്പാൻ കഴിയാതെ കുടുങ്ങിയാൽ ഞങ്ങൾ അവിടെ വിട്ട് അങ്ങനെ പാറിപ്പോയി. കാറ്റിന് ആ കാറ്റടിച്ചപ്പോൾ അവർക്ക് അതിന്റെ നേരെ നിൽക്കാൻ, ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തിന്റെ ആത്മാവിന്റെ വാക്ക് കേൾക്കാതെ യാത്ര ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ദൈവം അനുവദിച്ചു കൊടുത്ത ഈ കാറ്റെന്ന് ഞാൻ പറയും. ഹാലേലൂയ. അപ്പൊ ആ കാറ്റ് തകർത്ത് കളയാൻ, അപ്പൊ തകർത്ത് കളയാൻ വരുന്ന കാറ്റുകളെ ദൈവം മുന്നുമേ നമ്മളോട് സൂചന തരും. മറ്റേ നമുക്ക് പ്രതികൂലമായി വീശിയ കാറ്റ്, ആ പ്രതികൂലമായി വീശിയ കാറ്റുകൾ നമ്മൾ എതിർത്ത് നിൽക്കാൻ മുൻപിൽ പോയി നിന്നാൽ നമുക്ക് ദൈവത്തിന് അറിയാം നമ്മളെ കൊണ്ട് അത് ചിലപ്പം ജയിക്കാൻ കഴിയയില്ലാത്ത മേഖലയാണെന്ന്. ഹാലേലുയ. അപ്പൊ ഇവിടെ ഈശാനമൂലനാണെങ്കിലും ഈ പറയുന്ന കാറ്റടിക്കും, ഇത് തകർക്കുന്ന കാറ്റാണ് ദൈവത്തിന്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ് പുറപ്പെടേണ്ട, ചരക്കിനും നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകും. അതുകൊണ്ട് പുറപ്പെടേണ്ട എന്ന് പറയുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ വരും. പക്ഷെ അത് കേൾക്കാതെ പുറപ്പെട്ടപ്പോൾ ഇത് നേരെ അടിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചിലതൊക്കെ അനുകൂലമാണ്, ചിലതൊക്കെ നല്ലതാണ്, അതൊക്കെ തോന്നിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് സകലത് ഉള്ളതും കൂടെ തകർത്ത് കളയുന്ന, നശിപ്പിച്ച് കളയുന്ന അനുഭവങ്ങളുണ്ട്. ചില ആൾക്കാരൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ബിസിനസ്സിലൊക്കെ ഇച്ചിരി ലാഭം കുറഞ്ഞ അല്ലെങ്കിൽ ഇച്ചിരി പ്രതികൂലമൊക്കെ വരുമ്പോൾ അവര് വേറെ എന്തെങ്കിലും പോയി ഇൻവെസ്റ്റ് ചെയ്യും. നോക്കാതെ ആലോചിക്കാതെ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ ഉള്ളത് മൊത്തം കൂടെ നശിച്ചു പോകും. മറ്റേതാകുമ്പോ പ്രതികൂലമൊക്കെ ആയിട്ട് ചെറിയ ലാഭമൊക്കെ കുറഞ്ഞു, വലിയ ലാഭമൊന്നും ഇല്ല, എന്നാലും പ്രതികൂലമൊക്കെ നിൽക്കുമ്പോഴും തട്ടിമുട്ടിയൊക്കെ പോകാമായിരുന്നു. പക്ഷെ ഇതുള്ളതെല്ലാം കൊണ്ട് എടുത്ത് കൊണ്ടുചെന്ന് കടം വാങ്ങിച്ച് ചിലതിലൊക്കെ കൊണ്ടുവന്നിടും. ഇട്ട് കഴിയുമ്പോഴത്തേന് ഉള്ളതും കൂടെ നശിച്ചു. പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് അത് സംഭവിക്കണം. പ്രാർത്ഥന പോയിക്കൊണ്ടേക്കുന്ന സമയം പോകും, വലിയ വിട്ടതില്ല, അത് നടക്കുന്നില്ല സിസ്റ്റർ, നമ്മൾ പോകുന്ന സഭ അങ്ങോട്ടൊരു ഗുണമില്ലെന്ന്, പാസ്റ്റർക്ക് വലിയ കൃപാവരം ഇല്ലെന്നൊക്കെ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തടുത്തേക്കും ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് കൂടും ആൾക്കാർ. അവിടെ പോകുമ്പോൾ അവർ പറയും വലുത് വെക്ക്, അങ്ങനെ കൊടുക്കും, ഇങ്ങനെ കൊടുക്കും എന്നൊക്കെ പറയും. ഡെലിവറൻസ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന പലയിടത്തും നമുക്ക് നോക്കാൻ മനസ്സിലാവും. വന്ന ഉടനെ ചെറുതുമായി വന്ന് വലുതുമായി പോകുക എന്നൊക്കെ പറയുന്ന കണക്ക് തന്നെ വന്ന ഉടനെ വിടുതലാണ് ശുശ്രൂഷ എന്നൊക്കെ പറയും. അവിടെയൊക്കെ ചെല്ലും, കയ്യിലിരിക്കുന്ന എല്ലാം എടുത്തു കൊടുക്കും, ചിലപ്പോൾ കടം വാങ്ങിച്ചും കൂടെ കൊടുക്കും, അതും പോയി കിട്ടും. അങ്ങനെ പോയി അനേകരെ എനിക്കറിയാം. സ്വർണം വരെ കൈ കിടന്ന് മോതിരം ഒരു ഊരി കൊടുത്തിട്ടുള്ള ആൾക്കാർ. നിങ്ങളുടെ ഈ കാശിലെ കുഴപ്പമില്ല, സ്വർണ്ണമാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചിലയിടത്തൊക്കെ ഉണ്ട് കാർഡ് മെഷീനൊക്കെ ഉണ്ട്, മെഷീൻ ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പൊ ഗൂഗിൾ പേ ആണ്, ഗൂഗിൾ പേ ചെയ്താലും മതി എന്നൊക്കെ പറയുന്ന പോലെ കാണാം. അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും കാശ് ചോദിച്ച് അവൻ ശുശ്രൂഷയ്ക്കായിട്ട് കാശ് ചോദിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ വിടുതലിന് വേണ്ടി കാശ് ചോദിച്ച് പറയുന്നെങ്കിൽ ഒരാൾക്കിപ്പോ അവസ്ഥ മോശമാണ്, അപ്പൊ നിങ്ങൾക്ക് സഹായിക്കാൻ വേണമെങ്കിൽ, പക്ഷേ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഈ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇതിന് വേണ്ടി ചെയ്യണം, മിനിസ്ട്രിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ചോദിക്കുന്ന ആൾക്കാരെയും എനിക്കിഷ്ടമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി കൊടുത്ത ദൈവമാണെങ്കിൽ അത് നടത്തുന്ന ദൈവത്തിന് അറിയാം നടത്താനായിട്ട്. പായിട്ട് ചോദിച്ച് കാശ് ചോദിച്ച് നടത്തേണ്ട കാര്യമില്ല. ഉണ്ടോ സിസ്റ്ററെ? ഇല്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം അങ്ങനെ ഗതികെട്ട ദൈവമല്ല. മിനിസ്റ്ററെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. എന്തിനാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം? ദൈവത്തിന് അറിയില്ല സപ്പോർട്ട് ചെയ്യണം, ദൈവത്തിന് അറിയില്ല. ദൈവം തുടങ്ങിച്ചതാണെങ്കിൽ ദൈവത്തിന്റെ വേല നമ്മൾ ചെയ്യുന്നെങ്കിൽ, ദൈവത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന് അറിയാം അത് ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വിടുതൽ കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ പൈസ തന്നാലാണ് പ്രാർത്ഥന അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് ലോകത്തിൻ്റെതാണ്. നമ്മൾ കൊടുക്കാറുണ്ട്, നമ്മൾ തെരഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോട് നമ്മൾ കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. അവർക്ക് ആരും ചോദിക്കാതെ നമുക്ക് ആവശ്യത്തിൽ അധികം നമുക്ക് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ ചോദിച്ചു വാങ്ങുന്നവർ ഹല്ലേലൂയ. അത് മിനിസ്റ്ററുടെ പേര്. എനിക്കൊരു ആവശ്യമുണ്ട് സിസ്റ്റർ, എനിക്ക് കുറച്ച് കാശ് വേണം, ഞാൻ ചിലപ്പോഴും സാറാമസ്റ്ററോട് ചോദിക്കാറുണ്ട്, സാറാമസ്റ്റർ തരാറുണ്ട്. കാരണം ചിലപ്പോൾ എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം. ഹല്ലേലൂയ. അല്ലാതെ മിനിസ്റ്ററുടെ പേര് പറഞ്ഞ് ചോദിക്കുന്നെങ്കിൽ അത് പോട്ടെ, ഞാനിപ്പോ സംഭവം. അപ്പൊ അതുപോലെ ഇത് ചിലതൊക്കെ പ്രതികൂലമായ കാറ്റ് വീശുമ്പോൾ, അല്ലെങ്കിൽ ചില അനുബന്ധമായ ചില കാറ്റുകളൊക്കെ വീശുമ്പോൾ കൊണ്ട് ഈശാനമൂലന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന അവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ബിസിനസ് ചെയ്യാറുണ്ട്, ചില ആൾക്ക് ജോലി മേഖലയിൽ പറ്റും, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ചിലപ്പം
ആമേൻ. അല്ല വലിയ സാലറി ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ കൃത്യമായ സാലറി ഒക്കെ കിട്ടും. യേശുവിന്റെ രക്തത്താൽ ക്ഷയമെടുക്കുന്നു. അപ്പൊ ഈ കൃത്യമായ സാലറി ഒക്കെ ആയിരിക്കും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വലിയ എമൗണ്ട് ഒന്നും. പക്ഷെ അപ്പൊ വിചാരിക്കും അപ്പുറത്തൊക്കെ വലിയ സാലറി ഉണ്ട്. അപ്പൊ എന്നാ വലിയ സാലറി കിട്ടുന്നിടത്തേക്ക് പോയിക്കൊള്ളാം എന്ന് വിചാരിച്ചിട്ട് ഉള്ള ജോലി കളഞ്ഞിട്ട് അടുത്ത വലിയ സാലറി നോക്കിയിട്ട് അടുത്തടുത്ത് പോയി ചോദിച്ചു അവിടെ ചിലപ്പോൾ 2 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേന് കമ്പനി തന്നെ ഉണ്ടോ ദൈവത്തിന് അറിയാം. അല്ലെ സാലറി കറക്റ്റായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും കിട്ടുന്ന സാലറി കൃത്യമായി കിട്ടുമെങ്കിൽ ഇച്ചിരി കുറഞ്ഞാലും അവിടെ തന്നെ നിൽക്കുന്നത് നല്ലത്. ഹാലലൂയ. പക്ഷേ വലിയ സാലറിയൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് സാലറി കിട്ടുന്നില്ലെങ്കിൽ വളരെ നഷ്ടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ജീവിക്കുന്നവർക്ക് വളരെ നഷ്ടം. അവർക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും, ലോൺ ഉണ്ടാവും, മറ്റുണ്ട് മറിച്ചുണ്ട്. ഇതൊക്കെ കൃത്യമായ ഡേറ്റ് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റ് ആയി ലേറ്റ് പേയ്മെന്റ് ആയി ഇതൊക്കെ വരുമ്പോഴത്തേന് അവിടെ നിന്ന് 10,000 2,000 3,000 കൂടുതൽ കിട്ടിയാൽ അതൊക്കെ ഈ വഴി കൂടെ അങ്ങ് പോയി കിട്ടും. ഹല്ലേലൂയ. അപ്പം ഇതാണ് നമ്മൾ അപ്പൊ ഇതാണ് ഈ ക്ഷണം ഒരു മന്ദമായി ഊതുന്ന കണ്ടിട്ട് സന്തോഷത്തോടെ ചെന്ന് വായിലോട്ട് കയറി കൊടുക്കുന്ന അവസ്ഥ. ചിലതൊക്കെ അനുകൂലമെന്ന് തോന്നിപ്പിച്ച് നമ്മളെ അതിലേക്ക് നടത്തി ആ പ്രതികൂലത്തിന്റെ വായിലേക്ക് നമ്മളെപ്പോൾ തന്നെ നയിക്കുന്ന ഒരവസ്ഥ. ഇവിടെയാണ് നമുക്ക് പരിജ്ഞാനമില്ലെങ്കിൽ എന്റെ ജനം നശിച്ചു പോകുന്ന വചനം പോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന പരിജ്ഞാനമില്ലാതെ സംഭവിക്കുന്നത്. ഇവിടെ പരിജ്ഞാനമുള്ള ഒരു മനുഷ്യനെന്ന് പറഞ്ഞപ്പോൾ ലോകക്കാരുള്ളവർ കേട്ടില്ല. പോയി എന്ത് പറ്റി? പ്രതികൂലത്തിൽ പോയി ചാടി. ഇപ്പോഴും നമ്മൾ പലരോടും പലതും പറയും, കേൾക്കത്തില്ല. എന്ത് സംഭവിക്കും? പോയി വലുതിലൊക്കെ പോയി ചാടും. അപ്പൊ ചാടിയിട്ട് തിരിച്ചു വരട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കിടന്ന് നമ്മൾ കാണുന്നുണ്ട് അവിടെയൊക്കെ അവര് ഭയങ്കര പ്രതികൂലത്തിൽ അവര് വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയമൊക്കെ അറ്റുപോയി. ഇനി ഒരു രക്ഷയില്ല എന്ന അവസ്ഥയിലേക്ക്, ഇനി ഞങ്ങൾ ജീവനോട് പോയിട്ട് ആരുടെ മുഖം കാണത്തില്ല എന്നൊരവസ്ഥയിലേക്ക് അവരെത്തി. ഹാലേലൂയ. ആ അവസ്ഥയിലേക്ക് എത്തി നട്ടം തിരിയുന്ന അവസ്ഥ. നമ്മൾ പറയും വേറെ വഴി ഒന്നുമില്ല എന്ന് മനസ്സിലാകുന്ന അവസ്ഥ മാത്രമേ ദൈവമക്കളുടെ വാക്ക് കേൾക്കത്തുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ എന്താ വെച്ചാ അത് മൈൻഡ് ചെയ്യത്തില്ല. ലോകക്കാരുടെ സജഷൻസ് അനുസരിച്ച് ലോകക്കാരുടെ വാക്ക് കേട്ട് അതിന്റെ പിന്നാലെ. പക്ഷെ ദൈവമക്കളുടെ വാക്ക് ദൈവദാസന്റെ വാക്ക് ഇവിടെ പൗലോസ് ആദ്യം പറയും. പക്ഷെ അവിടെയൊക്കെ ഇവര് കേൾക്കാതെ പോയി. ഇപ്പൊ പറയുന്ന ആശ തന്നെ പോയി അവർക്ക്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ടുപോയി ചില ആശയൊക്കെ നശിച്ചു പോകത്തക്ക നിരാശ ഇനി എങ്ങനെയും അങ്ങ് തീർന്നാൽ മതിയായിരുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ച പോലെ കർത്താവേ മതി എന്റെ എന്നെ അങ്ങോട്ട് എടുത്തേക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലൊക്കെ എല്ലാവരും എത്താറുണ്ട്. ദൈവമക്കളുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പൗലോസ് പോയ കൂട്ടത്തിൽ പൗലോസിന്റെ കൂടെ ഉണ്ട് ലോകക്കാരുടെ കാര്യത്തെ കുറിച്ചെല്ലാം പറഞ്ഞത്. ചില ദൈവമക്കൾ അബദ്ധം പറ്റി ഒന്നിന്റെ പിന്നാലെ ചാടി പുറപ്പെട്ട് ദൈവം പറയുന്നത് കേൾക്കാതെ പോയിട്ട് സംഭവിക്കുന്ന അവസ്ഥ ഞാൻ പറയുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ഫ്ലാറ്റിൽ ഇരിക്കുന്ന സമയത്ത് ജോലിയില്ല, ബിസിനസ് ഇല്ല, ഒന്നുമില്ല. പലരും വന്നിട്ട് പല ബിസിനസ്സിലേക്കും നമ്മളെ വിളിക്കാറുണ്ട്. പലതും ചെയ്യാനായിട്ടും പല കാര്യങ്ങളും. പക്ഷേ ദൈവം എന്നോട് പറയും ഇറങ്ങി പോരെന്ന് പറയും. ഇവിടെ നാരങ്ങി പോയെന്ന് പറയും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയും ഞാനില്ല. അപ്പൊ അങ്ങനെ വരെ സിസ്റ്റർ ഇങ്ങനെ കിട്ടാതെ ഞാൻ പറയും എന്ത് കിട്ടുമോ ഞാനില്ല. പലരും വിചാരിക്കും നമ്മൾ മടി കൊണ്ടോ നമുക്ക് ജോലി ചെയ്യാനല്ല പോകാനുള്ള ഇഷ്ടമില്ലാത്തത് കൊണ്ടോ നമ്മൾ കഷ്ടപ്പെടാൻ മനസ്സില്ലാത്തതുകൊണ്ടൊക്കെ അവിടെ ഇരിക്കുന്നു. പക്ഷേ ദൈവം പറയാതെ ഒരു കാര്യത്തിനായി കഴിഞ്ഞ് എനിക്ക് നഷ്ടമല്ലാതെ ഒരു ലാഭം ഉണ്ടാകാത്ത എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അബദ്ധം ദൈവം എന്നെ പഠിപ്പിച്ച വ്യക്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ പണ്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ദൈവാത്മ കൃത്യം പറഞ്ഞു ചെയ്യരുത് എന്ന് പറഞ്ഞു. ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് വെറുതെ ഇരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരു 10 പൈസ പോലും അതിനകത്ത് നമ്മൾ മുടക്കിയ കാശും കൂടെ പോയി കിട്ടിയെന്നല്ലാതെ അതിനകത്ത് കിട്ടിയ കാരണം അത് അങ്ങനെ ആക്കി കളയാൻ ദൈവാത്മ. ഹല്ലേലൂയ. പലരും പറയും പക്ഷേ ഇത് ദൈവം പറഞ്ഞിട്ട് കേൾക്കാതെ നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നമുക്ക് ഒട്ടും അനുകൂലമായിട്ട് ദൈവം നിൽക്കത്തില്ല. അപ്പൊ നമ്മൾ മത്സരിക്കാറൊക്കെയാണ്. ഞാൻ ചെയ്തൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അതൊക്കെ എല്ലാം പറഞ്ഞാലും ചിലപ്പോഴൊക്കെ ചെയ്ത് കണ്ട് കേട്ട് ചെയ്ത് പഠിച്ച് അടി വാങ്ങിച്ച് ഉടനെ അടങ്ങിയിരിക്കാൻ പറയത്തില്ല. അപ്പൊ പിന്നെ പോകത്തില്ല. പിന്നീട് ആരും അത് തല കുത്തി എന്ന് പറഞ്ഞാലും ഞാൻ അനങ്ങത്തില്ല.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ദൈവം പറയാതെ ഞാൻ എന്ത് ചെയ്തിട്ടും അതിനൊരു പ്രയോജനമില്ല. റിസൾട്ട് ഓപ്പോസിറ്റ് റിസൾട്ട് ചിലപ്പോൾ വരിക തന്നെ ചെയ്യും. ഞാൻ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, നിങ്ങളോട് ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞ ഇവിടെ പറഞ്ഞപ്പോ പൗലോസിന്റെ വാക്ക് കേട്ട് അവരത് തിരിച്ചില്ലായിരുന്നെങ്കിൽ ഇവർക്ക് സംഭവിക്കത്തില്ല. പക്ഷേ എങ്കില് ഇത് സംഭവിച്ചതിന് കാരണം അത് പക്ഷെ ദൈവം അനുകൂലമാക്കി മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഇവരവിടെ സൂര്യനെയോ നക്ഷത്രങ്ങളെ കാണാതെ വല്ലാതെ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ രക്ഷപ്പെടുന്ന ആശയൊക്കെ അറ്റുപോയി. അപ്പൊ അങ്ങനെ ഇവിടെ അവരുടെ ആശയെല്ലാം അറ്റുപോയി നിൽക്കുന്നു. ഇതിനകത്ത് കൂടുതൽ ജാതികളാ ഉള്ളത്. അതിനകത്ത് പൗലോസ് മാത്രമേ ദൈവത്തിന്റെ പൈതലായിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ മധ്യ നമ്മൾ ഇതുപോലെ ജാതികളുടെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ദൈവം ചിലപ്പോൾ സൃഷ്ടിച്ചു തരും നമുക്ക്. അങ്ങനെയൊക്കെ ദൈവം ചിലതൊക്കെ വെളിപ്പെടുത്തരും. നമ്മൾ പറയും നോ പറയുമ്പോൾ അവര് അതിന് പിന്നാലെ പോയിട്ട് പഠിച്ചിട്ട് തിരിച്ചു വരണം. ഇവിടെ അനുഭവിച്ചു മനസ്സിലായപ്പോ എന്താ പറ്റുന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ അപ്പൊ പൗലോസ് എഴുന്നേറ്റ് നിന്ന് വീണ്ടും പൗലോസിനോട്, പക്ഷെ പൗലോസിന്റെ ആശയൊക്കെ പോയി കേട്ടോ. പൗലോസിന്റെ ആശയൊക്കെ പോയപ്പോ പൗലോസിന് ദൈവം അവിടെ പറയുന്നുണ്ട്, രാത്രി ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയുന്നുണ്ട്. വായിച്ചു സിസ്റ്റർ താഴോട്ടുള്ള അങ്ങോട്ട്. അത് വളരെ പട്ടിണി കിടന്നു. 21 വാക്യം വാക്കി. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്യയിൽ നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ വരുത്താതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസെ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി തകരേണ്ടതാകുന്നു. മുട്ടി വീഴേണ്ടതാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ നമ്മൾ പറയുന്നത്, അവിടെ എല്ലാവരും എന്താ പറയാ, 21 അവർ വളരെ പട്ടിണി കിടന്ന ശേഷം. അപ്പൊ ആദ്യം പൗലോസ് പറഞ്ഞ് കേട്ടില്ല, അതിനനുസരിച്ച് മുമ്പോട്ട് പോയി അനുഭവിച്ചു. കുറെ കാറ്റൊക്കെ പ്രതികൂലം ഒരു രക്ഷയില്ലെന്ന് തോന്നിയപ്പോ വളരെ പട്ടിണി കിടക്കുക. കാറ്റ് ചരക്കൊക്കെ എടുത്ത് കിടന്നപ്പോ വളരെ പട്ടിണി കിടക്കുന്നപ്പം ഭക്ഷിച്ചാലും മരിക്കും എന്നാ പട്ടിണി കിടന്ന് പട്ടിണി കിടക്കുന്ന. അപ്പൊ അവിടെ നിന്നുകൊണ്ട് പൗലോസ് എഴുന്നേറ്റ്. അപ്പൊ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറയും. അപ്പം ഹാലയില് നമ്മള് നല്ല ഇതൊക്കെ ഇരിക്കാൻ പറഞ്ഞ ആരുടെയും ചെവിയിലോട്ടൊന്നും കേറത്തില്ല. ആവശ്യതയൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിക്കാതായി അയ്യോ പത്തോന്ന് വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ചിലപ്പോ കേക്ക് കേട്ടോ. അതുകൊണ്ടാ ചിലതിനൊക്കെ അങ്ങനെയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം. ഹാലയില്. അപ്പൊ ആരുടെങ്കിലും ജീവിതത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് അവർ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നതിന് വിഷമിക്കേണ്ട. അവർ ഏതെങ്കിലും രോഗാവസ്ഥ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചാൽ അവർ രോഗം മാറണമെന്ന് പറയുന്നതിനെക്കാട്ടി മുമ്പേ കർത്താവിനെ അറിയണേന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അവിടെ വളരെ അപ്പൊ വീണ്ടും പൗലോസ് സർവ്വം എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞായിരുന്നു പുറപ്പെടുന്നത്, പക്ഷെ നിങ്ങൾ എന്റെ വാക്ക് കേട്ടില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ വന്ന് ഈ പ്രതികൂലത വന്ന് വിഷമിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ആരുടെയും ജീവന് ഹാനി അതല്ല എന്റെ കൈ തന്നേക്ക. ഞാൻ ജീവിച്ചു നിൽക്കുന്നത് എന്റെ ഉടയവൻ എന്റെ ദൈവവും അപ്പം ദൈവം എന്നോട് അരുളി ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അവരെല്ലാരും വാക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാ ഇപ്പം മറ്റൊരു രക്ഷയുമില്ല. അപ്പൊ പൗലോസ് തന്നെ പിടിച്ച. അപ്പം ചില സമയങ്ങൾ വരുമ്പോ മറ്റു രക്ഷയൊന്നുമില്ല, ഇവരെ തന്നെ ആശ്രയിച്ചേക്കാം. അതുകൊണ്ട് പലപ്പോഴും ചിലർ പ്രാർത്ഥിക്കാൻ പറയുന്നത് നമ്മളോട് പ്രാർത്ഥന റിക്വസ്റ്റ് ആയിട്ട്. ഇപ്പം നമ്മൾ പറയുന്ന ഒന്നും കേട്ടില്ലെങ്കിലും പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അവിടെ വന്നിട്ട് പറയുന്നത്, എന്റെ കൂടെ ഞാൻ സേവിച്ച ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രി എന്റെ അടുക്കള പൗലോസെ ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ട, നിന്നോടുകൂടെ യാത്ര ചെയ്തവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നവർ. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന കുറച്ച് പേരെന്നല്ല, യാത്ര ചെയ്തിരിക്കുന്നവരൊക്കെയും ദൈവം നിനക്ക്. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ വാക്ക് കേട്ട് അനുസരിക്കാതെ നടക്കുന്നവരാണെങ്കിലും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർ, നമ്മുടെ കൂടെ ആയിരിക്കും. സർവസ്റ്റിനെ പേടിക്കേണ്ട. സർവസ്റ്റിനെ എവിടെ പോയാലും ജെയിംസ് അങ്കിൾ കൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യനാണ്. ഹല്ലേലൂയ. വീണ സിസ്റ്റർ, നിങ്ങളൊക്കെ ഈ ന്യൂസിലൻഡ് അവിടെയൊക്കെ പോകുമ്പോൾ എന്താ കാനഡയിൽ പോയി എല്ലാവരും പോകുന്ന സമയത്ത് ഹല്ലേലൂയ കൂടെ ഉണ്ടോ?
ഫിലിപ്പച്ചാന് ദൈവം ദാനം ചെയ്തിരിക്കുക ഹാലെ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഹാലെ. നമ്മുടെ കോശങ്ങളിലൊക്കെ ഓരോരുത്തരും നോക്കി ഞാൻ പറയും ഹാലെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു ഹാലെ. അപ്പൊ ദാനം ചെയ്തിരിക്കണം ദൈവം. അതുകൊണ്ട് അവര് നിങ്ങൾക്കുള്ളവരാ. കർത്താവിനുള്ള നിങ്ങൾ കർത്താവിന്റെ വഴിയിലാണോ യാത്ര ചെയ്യുന്നത്? നിങ്ങൾ ക്രൂശിലേട്ട് നോക്കിയാണ് യാത്ര ചെയ്യുന്നത്. ഹാലേലിയ. ആമേൻ. ഓരോ ദിവസവും നിങ്ങൾ ഹാലേലിയ ആമേൻ കർത്താവിങ്കിലേക്കുള്ള ആമേൻ ഗ്യാപ്പ് നിങ്ങളുടെ യാത്ര കുറഞ്ഞു വരികയാണെങ്കിൽ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാലേലൂയ. പലതും പ്രതികൂലമായി നിൽക്കും. ഇപ്പൊ പറഞ്ഞാൽ കേൾക്കുന്നില്ല പക്ഷെ ചില ഈശാനുമൂലിലൊക്കെ അടിക്കുമ്പോൾ തനിയെ വന്നിരുന്നോളൂ. ഹാലേലൂയ. കാരണം അവിടെ മറ്റ് ആശയൊക്കെ അവർക്ക് പോയി മറ്റൊന്നിനും വലിയ ആശയില്ല. ഡോക്ടർമാർ, ലോകത്തിലെ വൈദ്യന്മാരിൽ ആശ്രയം ഇല്ലാതെ വരും. ഹാലേലൂയ. മറ്റുള്ള മനുഷ്യര് സമ്പത്തിൽ ആശ്രയം ഇല്ലാതെ വരും. ഹാലേലൂയ. മറ്റുള്ള കൂട്ടുകാരിൽ ആശ്രയം ഇല്ലാതെ വരും. ആ സമയത്തൊക്കെ ഹാലേലൂയ ആശ്രയിക്കാൻ കൊള്ളാവുന്ന അടുക്കലേക്ക് വരും. ഹാലേലൂയ. കഴിഞ്ഞ ആരോ പറഞ്ഞ് നമ്മുടെ കർത്താവ് ഹാലേലൂയ ആരാധന കുതിയനായിട്ടല്ല ഹാലേലൂയ. കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നു. ഹാലെ. അപ്പൊ നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായെന്ന് വെച്ചാൽ രക്ഷിക്കാൻ യോഗ്യന, വിടുവിക്കാൻ ശക്തനായവൻ. ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒരു രക്ഷയും ഇല്ലെന്ന് മനസ്സിലാകുമ്പോൾ എത്തിപ്പോ. മറ്റൊരു വല്ല രക്ഷയില്ല. ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഒന്നറിയാം, ഒരു രോഗം വന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ വാതുറന്ന് പറയും, ചില വാതുറന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരൊക്കെ, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാറുമുണ്ട്, അവരെ ദൈവം വിടുവിക്കാറുമുണ്ട്. ഹല്ലേലൂയ. കാരണം എന്താ വെച്ചാൽ അവരെ അതൊക്കെ മനസ്സിലാക്കി ഗ്രഹിച്ച് വരണം. പക്ഷെ പലപ്പോഴും ഇവർക്ക് സത്യം മനസ്സിലാകാഞ്ഞിട്ടല്ല, അവരുടെ ലോകത്തെ കുറിച്ചുള്ള ചിന്ത മറ്റുള്ള മനുഷ്യരോട് ലോകപരമായിട്ട് അയ്യോ ഞങ്ങൾ നിന്നതിന്റെ സ്ഥാനമാനങ്ങൾ, ഇനിയിപ്പോ ഒരു സ്ഥാനവും മാനം ഇല്ലെങ്കിൽ പോലും ഉള്ളത് നഷ്ടപ്പെടുത്താൻ ഒന്നുമില്ലാത്തവർക്കും നഷ്ടപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഹാലേലൂയ. വലിയ പൊസിഷൻസ് ഒക്കെ ഇരിക്കുന്നതിനെക്കാട്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹാലേലൂയ ഹാലേലൂയ ഒരു ഫാമിലിയാണ്. അവരുടെ ഞാൻ പറയും, ഇവിടെയാണ് കേട്ടോ വലിയ പൊസിഷനൊക്കെ കിട്ടിയേക്കുന്നത്, ചർച്ചിന്റെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് ചിലപ്പോൾ ഇതൊന്നും ചോദിക്കത്തില്ല കേട്ടോ എന്ന് പറയും. അവിടെ വേറെ സീറ്റൊന്നും കിട്ടത്തില്ല കേട്ടോ എന്ന് പറയും. ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന മാന്യതയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ കരുതുന്നത് 14 രാത്രിയപ്പോൾ ഞങ്ങൾ ആതിരക്കടൽ സമയം അർദ്ധരാത്രി ഒരു കരയ്ക്ക് സമീപിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇവിടെയൊക്കെ അവർ വീണ്ടും ഹാലേലൂയ അവരുടെ യാത്ര മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര അവർ ചിലരല്ലേ രക്ഷപ്പെടാൻ നോക്കും. അവരോട് പറയും രക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾക്ക് രക്ഷയില്ല, അതുകൊണ്ട് തന്നെ നിൽക്കണമെന്ന് പറയുന്നത്. പിന്നെ ഒരു പട്ടിണി കിടന്ന് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി പൗലോസ് എഴുന്നേറ്റ് അപ്പം എടുത്ത് നുറുക്കി അവർക്കൊക്കെ കൊടുക്കുന്നു. അവരൊക്കെ ഭക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ശേഷം വീണ്ടും കപ്പൽ തകർന്നു പോകുന്നു. എങ്കിലും അവരെല്ലാവരും കർത്താവ് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ് എല്ലാവരും രക്ഷപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവിടെയും അതിനെ ദൈവം അനുകൂലമാക്കുന്ന അവര് മെലേത്ത ദ്വീപിലേക്ക് കയറുകയാണ്. മെലേത്ത ദ്വീപിലേക്ക് എത്തുമ്പോൾ ആ ദ്വീപിൽ വലിയ റിവൈവൽ നടക്കുന്നു. ഹല്ലേലൂയ. അവിടെ ബെർബരന്മാരെന്ന് പറയുന്ന പഠിപ്പും വിവരം ഇല്ലാത്ത ബോധം ബുദ്ധി ഇല്ലാത്ത കണക്ക് അങ്ങനെയുള്ള ആൾക്കാരെ അനേകരെ സ്നാനപ്പെടുത്താൻ, അനേകരെ രക്ഷയിലേക്ക്, അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പൗലോസ് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെയും പക്ഷെ നമ്മൾ കാണുന്നത് പൗലോസ് കയറി ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര അനുകൂലമല്ലായിരുന്നു. അണലി കൈ ചുറ്റുന്നതും അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഈ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. കാറ്റ് പ്രതികൂലമായി നിൽക്കുക. നമുക്ക് ചിലതൊക്കെ പ്രതികൂലമാണെന്ന് തോന്നിക്കുക. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രതികൂലം നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടതാണ്. ആ സമയത്ത് നമ്മൾ അതിനോട് എതിർത്ത് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായ അതെല്ലാം എപ്പോഴും അനുകൂലമായിരിക്കത്തില്ല. ഈ കാറ്റ് പ്രതികൂലം എന്ന് പറഞ്ഞാൽ നമുക്ക് സകലതും പ്രതികൂലമായിരിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ സർവശക്തനായ ദൈവത്തിന്റെ മറവിങ്കിലെ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ പ്രൊട്ടക്ഷൻ നമുക്ക് വെളിപ്പെടും. പക്ഷെ നമ്മൾ മറ പറ്റിയിരിക്കണം. ചില സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വാക്ക് കേട്ട് ഇവരനുസരിക്കാതിരുന്ന പോലെ അല്ല, നമ്മൾ കേട്ടനുസരിക്കുമെങ്കിൽ ഹല്ലേലൂയ ചില വലിയ ദുരന്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. പക്ഷെ ചിലതൊക്കെ നമ്മൾ കേട്ടനുസരിക്കാത്തോ, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തെ തകർത്ത് വാരി കൊണ്ടുപോകുന്ന ചില അനുഭവങ്ങൾ നമ്മൾ കടന്നു പോകും. പക്ഷെ അവിടെയും സർവശക്തി നമ്മളെ കൈവിട്ട് കളയത്തില്ല.
ഹല്ലേലൂയ. ആമേൻ. അത് കഴിയുമ്പോഴത്തേനും ചില പൈശാചിക ശക്തികളുടെ ആക്രമണം നേരിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചിലതൊക്കെ വന്നാല് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന മരണകരമായി യാതൊന്ന് കഴിച്ചാലും നിനക്ക് ഹാനി വരത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ കൊല്ലണോന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ പോലും ചത്തുപോകുന്നു നമ്മൾ പോലും മനസ്സിലാവും ദൈവമേ തീർന്നു കേട്ടോ എന്ന് വിചാരിച്ചാലും നമുക്ക് ഹാനി വരത്തില്ല. കാരണം നമ്മൾ ആരാണെന്ന് തിരിച്ചറിവ് നമ്മളുണ്ടാകും. നമ്മൾ വ്യാപരിക്കുന്ന അഭിഷേകം എന്താണ് തിരിച്ചറിയണം. നമ്മൾ വ്യാപരിക്കുന്ന ശക്തി എന്താണ് തിരിച്ചറിയണം. പൗലോസ് പറയുന്ന പോലെ തന്നെ താഴ്ചയിലിരിക്കാനും ഉയർച്ചയിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിരിപ്പാനും എനിക്കറിയാം. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൾ. ചില താഴ്ചകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും, ചില വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും, ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അവിടെയൊക്കെ അപ്പൊ നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവളെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ 10 പ്രാവശ്യം പറയാ. ഈ വാക്യം നമ്മൾ പറഞ്ഞാൽ തന്നെ നമ്മൾ തനിയെ എഴുതിട്ട് നടക്കും. നമ്മൾ അറിയാതൊരു ശക്തി വരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഓവർ സ്ട്രെയിൻ ഒക്കെ വരുന്ന സമയങ്ങളുണ്ട്. ഓവർ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മുടെ ശരീരത്തിന് നമുക്കൊരാൾക്ക് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ജോലിയുടെ ഒക്കെ ഒരു പരിധി, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഏജ് ആകും തോറും നമ്മുടെ കപ്പാസിറ്റി, ശാരീരികമായിട്ട് കപ്പാസിറ്റി കുറഞ്ഞു വരുന്നത് അല്ലേ? മനസ്സിലാകത്തില്ലേ നമുക്ക് എല്ലാവർക്കും? സാറാമ്മ അങ്ങനെയല്ലേ? ഇപ്പോഴൊക്കെ നമ്മൾ പണ്ടൊക്കെ ചെയ്ത പോലെ ചാടിത്തുള്ളി ഓടി ചില ജോലികളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം വെച്ചാ പണ്ടൊക്കെ ഞാൻ ഇവിടുന്ന് കുത്തിയിരുന്ന് ഡ്രൈവ് ചെയ്ത ഒരു ദിവസം രാവിലെ വൈകിട്ട് വരെ നമ്മൾ അങ്ങറ്റം ഇങ്ങറ്റം ഡ്രൈവ് ചെയ്ത ഒരു പ്രശ്നം. പക്ഷെ ഇപ്പം ഒരു 10-40 കിലോമീറ്റർ 50 കിലോമീറ്റർ ഒക്കെ പോയി വരുമ്പോൾ തന്നെ നമുക്ക് നടുകൂടി നടക്കുക തോന്നും. ഒന്ന് റോഡിന്റെ അവസ്ഥയൊക്കെ മോശമാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം പക്ഷെ അതുകൊണ്ടല്ല, നമ്മൾ പഴയ ആരോഗ്യം നമ്മളില്ല. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പറയും പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു. പക്ഷേ നമ്മുടെ അകമേയുള്ളവർ ശക്തിപ്പെടുന്ന അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ പലതും ചെയ്യാൻ പറ്റും. ശാരീരികമായിട്ട് നമ്മൾ ബലഹീനരായിരിക്കും. പക്ഷേ ആത്മശക്തിയാൽ നമ്മൾ കുക്ക് ചെയ്യുന്നല്ല, ആത്മശക്തിയാൽ നമ്മൾ വേറെ ലോകപരമായിട്ട് ഓടുവെന്നല്ല പറഞ്ഞേക്കുന്നത്. ദൈവത്തിന് വേലയ്ക്കായി ഓടുവാനായിട്ട്, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് ഈ ആത്മശക്തി നമുക്ക് ഉപകരിക്കും. ഇവിടെ ഇവിടെ നമ്മൾ പറയുന്ന ഇവിടെ ചില കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെ കുറിച്ച് ദൈവാത്മ സംസാരിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രതികൂല കാറ്റ് നമ്മുടെ നേരെ അടിക്കുന്ന സമയങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് മറ്റു ഉപാധികളൊന്നുമില്ല, അവിടെ ഇവിടെ നിങ്ങൾ ഓടരുത്. ഇവിടെ വിടുതലില്ല, പ്രാചീന അടുത്തിടത്തേക്ക് പോയേക്കാം. അവിടെ വിടുതലില്ല, അടുത്തിടത്തേക്ക് പോയേക്കാം എന്നുള്ളതാകരുത്. പണ്ടതാകൊക്കെ ഈ സ്വഭാവമൊക്കെ ഉണ്ടാകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് കാണുന്നിടത്തെല്ലാം ഓടി നടക്കുക. കാരണം മറ്റൊന്നും കൊണ്ടിട്ടല്ല, നമ്മുടെ അറിവില്ലായില്ല. പക്ഷെ പിന്നീട് ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരിടത്തേക്കും പോകും, വിടുതലിന് വേണ്ടി ഒരിടത്തേക്കും പോകാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് വിടുതൽ വരുന്നത് ആ പാസ്റ്റ് എടുത്ത് ഈ പാസ്റ്റ് എടുത്ത് ആ ചർച്ചയിൽ നിന്ന് ഈ ചർച്ചയിൽ നിന്നല്ല, അത് മുകളിൽ നിന്നാണ് തിരിച്ചറിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ നിന്നാണ് നമുക്ക് യഥാർത്ഥമായി വിടുതൽ വരണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വന്ന് വിടുവെക്കാൻ കഴിയും സർവശക്തനാണ് നമ്മുടെ ദൈവം. ആമേൻ. സ്തോത്രം. ജാതികൾ പോകുന്ന പോലെ അവിടെ കൊണ്ട് കുറച്ച് കോഴിയെ കൊടുത്ത്, ഇവിടെ കൊണ്ട് കുറച്ച് മെഴുകുതിരി കൊടുത്ത്, ഇവിടെ കൊണ്ട് കുറച്ച് ചന്ദനത്തിരി കൊടുത്ത് അങ്ങനെ നേർച്ച കാഴ്ചകൾ പ്രസാദിച്ച് വിടുവിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് അവിടെ വലിയ സ്തോത്ര കാഴ്ച കൊടുത്താൽ വലിയൊരു ആമേ ഹോള് പണിയാൻ കാശ് കൊടുത്തു എന്ന് വിചാരിച്ച് വിടുവിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഈ ലോകപരമായിട്ട് എന്ത് കൊടുത്താലും ദൈവത്തിന് വിലയ്ക്ക് വാങ്ങാൻ നമുക്ക് കഴിയത്തില്ല എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ തെളിയിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രം നമ്മുടെ ഹൃദയം. ഇന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ എൻ്റെ അമ്മ ഇവിടെ നിന്ന് വലിയ കാര്യത്തിൽ പാട്ട് പാടുന്നത് കേട്ടോ. നമ്മുടെ പഴയ പാട്ടുകൾ, വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, ഹായ് എൻ ഹൃദയം നൽകി സ്നേഹമേ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ദൈവം ഈ പാട്ട് എത്ര അർത്ഥവത്തായിട്ട് ആരോ എഴുതിയൊരു പാട്ടാണ്. കാരണം എൻ്റെ ഹൃദയം പൂക്കൾക്കില്ല പ്രഭ തേൻ മധുരമല്ല നീ വരുമ്പോൾ എന്നെ ആനന്ദം വർണ്ണ്യമല്ല ഈ ലോകത്തുള്ള പൂക്കൾ മറ്റ് ഭംഗിയുള്ള എന്ത് വസ്തുവിനും ദൈവത്തിന്റെ സാമീപ്യത്തോട് ദൈവത്തിന്റെ സാന്നിധ്യത്തോട് ഒപ്പം നിൽക്കാൻ പറ്റത്തില്ല എന്നാണ് ആ പാട്ടുകാരൻ എഴുതി വെച്ചിരിക്കുന്നത്. ഒരർത്ഥം മനസ്സിലായില്ലെങ്കിൽ അത് പാടിക്കൊണ്ട് നടക്കുമ്പോൾ ആമേൻ അത് പാടുമ്പോൾ
തിരിച്ചറിവില്ലാതെ പാടുന്നു, വെളിപ്പാടില്ലാതെ പാടുന്നുണ്ട്. അല്ലെങ്കിൽ വെളിപ്പാട് അനുസരിച്ച് അറിഞ്ഞൊന്ന് പാടുകയാണെങ്കിൽ നമ്മൾ അവിടെ ദൈവസ്ഥ അപ്പൊ തന്നെ നമ്മൾ വീഴും, നെടുമ്പാട് വീഴും. ഹല്ലേലൂയ. കാരണം ഈ ലോകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, നമ്മൾ ഏത് ദുഷ്ടനാണെങ്കിലും പൂക്കൾ കാണാൻ വലിയ ഇഷ്ടമായിരിക്കും അല്ലേ? ആ പൂക്കൾക്കില്ല പ്രഭ. തേൻ ഏറ്റവും മധുരമായ കാര്യം, തേനേക്കാട്ടും മധുരമുള്ള ഒന്നുമില്ല. തേൻ മധുരമല്ല, നീ വരുമ്പോഴെന്നെ ആനന്ദം വർണ്ണ്യമല്ല. കർത്താവുമായിട്ട് കർത്താവിന്റെ വരവെങ്കിൽ കർത്താവ് നമ്മളുടെ അടുക്കൽ സാമീപ്യത്തിൽ ഇരിക്കുമ്പോൾ ആ ആനന്ദം മറ്റൊന്നിനോടും വർണ്ണിക്കാൻ പറ്റത്തില്ലെന്നാണ് പാട്ടുകാരൻ അത് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ കർത്താവ് ആരാന്ന് പോലും തിരിച്ചറിയാത്തവരും അത് പാടുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിനെക്കാട്ടി വലുതായിട്ട് മറിയയാണെങ്കിലും വലിയ പുണ്യവാളന്മാരെയാണെങ്കിലും മറ്റുള്ള സകലതയെ എടുത്ത് നിരത്തി വെച്ചിരിക്കുന്നതിനും പാടുന്ന പാട്ട്. അത് കഴിഞ്ഞ ദിവസം അതുപോലെ ഞങ്ങൾ കൊല്ലത്തോട് പോകുമായിരുന്നു. കൊല്ലത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് വേളാങ്കണ്ണി മാതാവിന്റെ പള്ളിയിൽ ഇപ്പൊ പെരുന്നാൾ നടക്കുകയാണല്ലോ. ഇപ്പൊ 8 ദിവസത്തെ അവിടെ ഗലാത്യ ലേഖനത്തിന്റെ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ 6-ാം അധ്യായത്തിൽ ജഡത്തിന്റെ പ്രവൃത്തി, ദുർനടപ്പ്, അശുദ്ധി ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ആ ജഡത്തിന്റെ ഇത് വായിച്ചത് നമ്മൾ ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ചിരിക്കാൻ തുടങ്ങി. കാരണം വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ മൈക്ക് ഉച്ചഭാഷണയെ കൊണ്ട് ഇത് കേൾക്കാണ്. അപ്പൊ മോളൊരു അമ്മ അതേ വായിക്കുന്ന കേട്ടു. ഞാൻ വായിക്കുന്ന ആൾക്ക് പോലും അതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാതെ അത് വായിക്കും. ഏതൊരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്ന വചനം വായിക്കാന്ന് വെച്ചാൽ അവിടെ ഈ വചനം വായനയുള്ളൂ, പ്രബോധിപ്പിക്കലൊന്നും ഇല്ല കേട്ടോ. കാരണം വെച്ചാൽ പ്രബോധിപ്പിക്കുന്നത് അവരവർക്ക് വേണ്ടത് മാത്രം എടുത്ത് പ്രബോധിപ്പിക്കുന്നു പറഞ്ഞാണൊക്കെ. കള്ള് ഉണ്ടാക്കിയത് കർത്താവെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആൾക്കാരെ പോലെ അതുപോലെ വീഞ്ഞുണ്ടാക്കി കർത്താവ് വേണ്ടി ഇപ്പൊ കള്ളു കുടിക്കാന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതുപോലെയാണ് അവിടുത്തെ അപ്പൊ ഇത് വായിക്കുന്ന വചനഭാഗം എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കുറ്റം പറയല്ല നമ്മൾ നമുക്കത് കേൾക്കുമ്പോൾ സങ്കടം തോന്നും. നമ്മൾ ആ അവസ്ഥയിലായിരുന്നു എന്ന് വരെ കണ്ണു തുറന്നു കൊടുക്കും ദൈവമേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാരണം വായിക്കുന്ന കാര്യങ്ങളിൽ വായിക്കുന്നത് ഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും പൊരുൾ തിരിച്ച് തരാഞ്ഞ് ഞാൻ എങ്ങനെ ഗ്രഹിക്കുമെന്ന് ഷണ്ണൻ പറയുന്ന പോലെ ഒന്ന് പൊരുൾ തിരിച്ച് കൊടുക്കാനായിട്ട് ആരെങ്കിലും അന്വേഷിച്ച് നല്ലതായിരുന്നില്ലേ? ആമേൻ. സ്തോത്രം. അല്ലെങ്കിൽ ആരോടും വേണ്ട, ദൈവത്തോടൊന്ന് കർത്താവ് ഞാനിതെടുത്ത് വായിക്കുമ്പോൾ ഇതിന്റെ പൊരുളൊന്ന് തിരിച്ചു തരണേ, എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് പറഞ്ഞ കർത്താവ് ചെയ്തു കൊടുക്കും. എനിക്കൊക്കെ ദൈവമാണ് വചനം വെളിപ്പെടുത്തി തന്നു. വചനം ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, എന്നോട് ആരും മനുഷ്യർ സുവിശേഷം പറഞ്ഞിട്ടില്ല. മനോജ് എന്നെ വിളിച്ചൊരു ചർച്ചിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ മനോജ് എന്നെ കുറിച്ച് എന്നോട് ഒരു സുവിശേഷം പോലും രക്ഷിക്കപ്പെടണമെന്നോ ഇതങ്ങനെയാണ് നിങ്ങളൊന്നും പോലും. പക്ഷെ കർത്താവ് നേരിട്ട് എന്നോട് വചനത്തിലൂടെ സംസാരിച്ചപ്പോഴാണ് എന്റെ കണ്ണു തുറന്നത്. മറ്റേ ഞാൻ എല്ലാ പ്രാർത്ഥനയും പോകുന്ന ഏതോ ഒരു പ്രാർത്ഥന ഒന്ന് കടന്നു പോയതേ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ അതിന് മുഖാന്തരമായത് സഹോദരൻ അപ്പൊ വീണ സിസ്റ്റർ എടുത്തത് ഞാൻ പറഞ്ഞു, വീണ സിസ്റ്റർ ഇതാണ് മനോജ് പരിചയപ്പെടുത്തി കൊടുത്തത്. വീണ സിസ്റ്ററൊക്കെ അറിയാം, വീണ സിസ്റ്റർ എപ്പോഴും പറയുമെന്ന് പറഞ്ഞ പോലെ. അപ്പൊ അതുപോലെ ഹലമിളക്കാർ. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് ചിന്തിച്ച ഭാഗം നമ്മൾ മറന്നുപോയി. ചില കാറ്റുകൾ നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായി നമ്മൾ തിരിച്ചറിയണം. പ്രതികൂലമായി വീശുന്ന കാറ്റ് ചില കാറ്റുകൾ മന്ദമായിട്ട് തോന്നും, നമുക്ക് അനുകൂലമെന്ന് തോന്നി നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക. അത് നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നമ്മൾ തകർത്ത് കളയുന്ന ചില കാറ്റിന്റെ മുമ്പിലേക്ക് പോയി വായിലേക്ക് ചാടി കൊടുക്കാൻ ഇടയാവും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകൾ വന്നിട്ട്, ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മൾ തിരിച്ചറിവില്ലാതെ യാത്ര ചെയ്തതുകൊണ്ടാണ്. പൗലോസിന്റെ കപ്പൽ യാത്ര എടുത്താൽ ദൈവമക്കൾക്ക് തിരിച്ചറിവ് ഉണ്ടാകണമെന്നുള്ളതാണ്. പൗലോസിന് തിരിച്ചറിവുണ്ടായിരുന്നു. പക്ഷെ കൂടെയുള്ളവർക്ക് തിരിച്ചറിവില്ലാത്തതുകൊണ്ടും നിയന്ത്രണം പൗലോസിന്റെ കയ്യിൽ അല്ലാത്തത് കൊണ്ടും അതിലൂടെ കടന്നു. പക്ഷെ കടന്നു പോയാലും ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ചില തകർച്ചകളെ ദൈവം നമുക്ക് അനുകൂലമാക്കി മാറ്റും. അനുകൂലത്തിലേക്ക് നമ്മൾ വരാൻ കാരണം അനുകൂലമാക്കി മാറ്റി നമുക്ക് ദൈവം ഇവിടെ കാണുന്നുണ്ട്. ഒരിടത്ത് വായിച്ചു പോകുന്ന ഒരു അലക്സാന്ദ്രിയ കപ്പൽ. പക്ഷെ അവിടെ നിന്ന് ലാസ്റ്റ് പുറപ്പെടുന്ന അലക്സാന്ദ്രിയ കപ്പൽ തന്നെയാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. നമ്മൾ കാണുന്ന ഫുൾ ചരക്കൊക്കെ കയറ്റി അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ട് ഇരട്ടിയ ദൈവങ്ങൾ. അപ്പൊ ചില കാറ്റുകൾ ചിലതൊക്കെ തകർത്തുകൊണ്ടും പിശാചിയായിരിക്കും പിന്നെ ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിച്ചെന്ന് വിചാരിക്കുമ്പോൾ ദൈവം അതിന്റെ ഡബിൾ പോർഷൻ കൊടുക്കും. നമ്മൾ യോബിന്റെ ജീവിതത്തിലും കാണുന്ന ഒരു കാറ്റ് വന്ന് സകലം എടുത്തുകൊണ്ട് പോയി മറ്റൊരു കാറ്റ് അടിച്ചപ്പോൾ ചില പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഈ ദിവസങ്ങളിൽ വീശിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെല്ലാം ഇരട്ടിയായിട്ട് മടക്കി തരാൻ കഴിയുന്ന കാറ്റ് നമ്മുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നമുക്ക് അനുകൂലമായി വീശി തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു അതൊക്കെ കണക്ക് വെച്ച് എഴുതി വെച്ച് ഡബിൾ പോർഷനാക്കി മടക്കി തരുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട്.
അതുകൊണ്ട് പ്രതികൂലമായ കാറ്റുകൾ നമ്മൾ പോയിട്ടുണ്ട് ഹാലേലി ആമ, അത് നമ്മുടെ ജീവിതത്തെ അടിച്ചിട്ടുണ്ട് ഹാലേലി. നമ്മൾ ദൈവത്തിന്റെ മറവിൽ വസിക്കുകയാണെങ്കിൽ ഹാല സർവശക്തരെങ്കിൽ ഇപ്പോഴിരിക്കുകയാണെങ്കിൽ ചിലതൊക്കെ ചില വലിയ കാറ്റുകൾ വന്ന് തകർത്തുകൊണ്ട് പോയെങ്കിൽ സകലം നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പൊ ചിലപ്പോൾ കടഭാരത്തിലായിട്ട് നമ്മൾ ചിലപ്പോൾ ബുദ്ധിമുട്ടിലായിട്ട് ഇനി നാളെ എങ്ങനെയെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിരിക്കണം. ഞാൻ പറയും, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സേവിക്കുന്ന ഹാലയില് എന്റെ ഉടയവനായ എന്റെ ദൈവം എന്റെ സർവശക്തനായ ദൈവം, എന്റെ അബ്ബാ പിതാവെ നിൽക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് അതൊക്കെ മടക്കി തന്നിരിക്കും. ഡബിൾ പോർഷനായി തന്നെ മടക്കി ദൈവം തരുമ്പോൾ അല്പമായിട്ടല്ല ദൈവം ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഷ്ടതയുടെ കാലത്തും പ്രൊവിഷൻസ് അല്പമായി ആവശ്യത്തിന് വേണ്ടി മാത്രം തരുമെങ്കിൽ ധാരാളമായി തരുന്നൊരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ആ അനുഭവങ്ങളിൽ നമ്മൾ പുറത്തു വരുന്ന സമയത്ത് ദൈവം ധാരാളമായി തരുന്ന ദൈവം നമ്മുടെ ദൈവം ഡബിൾ പോർഷൻ ആയിട്ട് തരുന്ന ഇരട്ടിയായിട്ട് മടക്കുന്നത്. അപ്പോൾ പ്രതികൂല കാറ്റുകൾ ചിലരുടെ ജീവിതത്തെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഞാൻ വിശ്വാസത്തോടെ ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, ആ പ്രതികൂല കാറ്റുകൾ അടങ്ങുവാൻ നേരമായി. ചിലതൊക്കെ ഇനി അനുകൂല കാറ്റുകൾ വീശാൻ പോവുകയാണ്. ചില അനുകൂല കാറ്റ് നമുക്ക് അനുകൂലമായിട്ട് ചില കാറ്റ് വെറുതെ രാവിലെ എല്ലാവരും ഒന്ന് സന്തോഷിപ്പിച്ചേക്കാന്ന് വിചാരിച്ച് വിളിച്ചു പറയുകയല്ല. ഇന്നലെ രാത്രി ദൈവം തന്ന വചനമായതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് പിന്നെ അങ്ങോട്ട് കൂടുതൽ ചോദിക്കാന്നില്ല. ഈ വാക്ക് ഇടപെട്ട ഞാൻ ആ ഭാഗം മാറ്റി വെച്ച് വേറൊരു ഭാഗം ബൈബിളിൽ നിന്ന് വായിച്ച കാരണം എനിക്കറിയാം പരിശുദ്ധാത്മ എന്താ സംസാരിക്കണം, പരിശുദ്ധാത്മ നമ്മളോട് രാവിലെ സംസാരിക്കും എന്നുള്ള അതിനെ അവർ പ്രതികൂല കാറ്റടിച്ച് ചിലതിനെയൊക്കെ ചില കാറ്റുകളൊക്കെ പിന്നീട് നമുക്ക് മന്ദമായെന്ന് തോന്നി വീണ്ടും ചെന്ന് പലതിലേക്കൊക്കെ ചാടിക്കൊടുത്ത് സകലം നഷ്ടപ്പെട്ട് ഇപ്പോൾ മനുഷ്യരുടെ മുമ്പിലേക്ക് ഇറങ്ങാൻ പോലും അല്ലെങ്കിൽ ഒരിടത്തേക്ക് ചെല്ലാൻ പോലും ഭയപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുന്നത് അവരുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പറയുകയാണ്, ആ കാറ്റെല്ലാം മാറി ഈ ദിവസങ്ങളിൽ ചില പ്രതികൂലം മാറി അനുകൂലത്തിന് ചില കാറ്റ് വീശി നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരാൻ പോകുന്ന ചില കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് ചില നന്മകൾ ഇസ്രായേൽ മക്കൾ കയ്യെത്തി പിടിക്കത്തക്ക ദൂരത്തെ കാറ്റിടിപ്പിച്ച് കാടപ്പക്ഷി പറപ്പിച്ച് നിർത്തിയതുപോലെ ചിലതൊക്കെ നമ്മൾ ഇരിക്കുന്ന ഇടത്തേക്ക് ചില ദൈവം പറപ്പിച്ചു കൊണ്ടുതരും. ചിലതൊക്കെ നമ്മൾ ഇരിക്കുന്ന ഇടത്ത് ഇരുന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ചില നന്മകൾ കടന്നു വരിക തന്നെ ചെയ്യും. ഈ ദിവസങ്ങൾ ദൈവത്തിന് അത് മനസ്സിലാക്കിക്കോണം, ഇത് ദൈവം കൊണ്ടുവരുന്നതാണ്. നമ്മുടെ കഴിവിലും മിടുക്കിലും പ്രവൃത്തിയിലും പ്രയത്നത്തിലും ഒന്നുമല്ല, ഇത് ദൈവം കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാടപ്പക്ഷി മുമ്പ് നിൽക്കുന്ന പോലെ ദൈവം ചിലതൊക്കെ നമുക്ക് മടക്കി തരാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ഈ വചനത്തെ നമുക്ക് ഏറ്റെടുക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥന. ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഇരട്ടിയെ മടക്കി തരട്ടെ. അതിനായി ദൈവം നമ്മളെല്ലാം ഈ വചനത്തെ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുന്നവരാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.